ത്യാഗസ്മരണകളുമായി ഖത്തറിലെ പ്രവാസി സമൂഹവും പെരുന്നാൾ ആഘോഷിച്ചു. പ്രാർത്ഥനയ്ക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. ലോകകപ്പ് വേദിയായ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം ഉൾപ്പെടെ 700-ലേറെ കേന്ദ്രങ്ങളിൽ പ്രാർത്ഥന നടന്നു. വിവിധയിടങ്ങളിൽ ഖുതുബയുടെ മലയാള പരിഭാഷയും ഏർപ്പെടുത്തിയിരുന്നു. കുടുംബങ്ങളെ സന്ദർശിച്ചും സൗഹൃദം ഊഷ്മളമാക്കിയുമാണ് പ്രവാസികൾ പെരുന്നാൾ ദിനം ആഘോഷമാക്കിയത്. ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള പെരുന്നാളുകളാണ്. കാരണം ഇതുപോലെ ഒരു ഈദ്ഗാഹില് അല്ലറബിൽ എല്ലാ വർഷവും എല്ലാ പെരുന്നാളുകൾക്കും ഒത്തുചേരുന്ന ഒരുപാട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ട്. അവരോട് ഒത്തുചേർന്നുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ഈദ് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള പെരുന്നാളുകൾ എന്നും നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കത്തിന് ശേഷം ലഞ്ച്, പിന്നെ വൈകുന്നേരം കത്താറ, ഫയർ വർക്ക്സ്, അങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഔട്ടിങ്ങിന് പുറത്ത് മീറ്റ് ചെയ്യാൻ പോകാം ആൾക്കാരെ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ചൂടാണ്, അതുകൊണ്ട് വൈകിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് പ്രോഗ്രാമുകൾ ഖത്തറിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ ലീവ് കുറവാണ്, 5 ദിവസത്തെ ലീവേ ഉള്ളൂ. എല്ലാ തവണയും 10 ദിവസത്തെ ലീവാണ് ഗവൺമെൻറ് സർവീസിലുണ്ടാകുക, പ്രൈവറ്റിലും. പക്ഷേ ഇപ്രാവശ്യം ഇത് കുറവാണ്. ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ലുസൈലെ ഈദ്ഗാഹിൽ പ്രാർത്ഥന നിർവഹിച്ചു. ശേഷം പ്രധാനമന്ത്രിയും ഷൂറ കൗൺസിൽ സ്പീക്കറും അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ അമീർ ലുസൈൽ പാലസിൽ സ്വീകരിച്ചു. മീഡിയ 1 ദോഹ.